What
പരിശുദ്ധനാകുന്നു. അവൻ വിശ്വാസം നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. ദൈവരാജസ്വം ദൈവത്തിന് വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതായും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിൽ നിൽക്കുന്നതായി ഞാൻ കാണുന്നു എന്നവൻ പറഞ്ഞു. അവരെല്ലാവരും കൂടി അട്ടഹസിച്ച് ചെവുപറ്റിക്കൊണ്ട് അവന്റെ നേരെ പാഞ്ഞെന്നും അവനെ പട്ടണത്തിന് പുറത്തേക്ക് പിടിച്ചിറക്കി കൊണ്ടുപോയി കല്ലെറിഞ്ഞു. അവന് വിരോധമായി സാക്ഷി പറഞ്ഞവൻ തങ്ങളുടെ വസ്ത്രങ്ങളെ ശൗൽ എന്ന് വിളിക്കപ്പെടുന്ന യുവാവിന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ,
എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്തേഫാനോസിനെ അവർക്ക് എറിഞ്ഞവൻ. അവൻ മുട്ടുകുത്തി, കർത്താവേ, ഈ പാപം നീ ഇവരുടെ നേരെ നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മരിക്കുകയും ചെയ്തു. ശൗലാകട്ടെ അവന്റെ വധം ആഗ്രഹിക്കുകയും അതിൽ സംബന്ധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ യെരൂശലേമിലുള്ള സഭയ്ക്ക് വലിയ പേടിയുണ്ടായി. സ്ത്രീന്മാരുടെ എല്ലാവരും യഹൂദയിലെ ഗ്രാമങ്ങളിലും ശമര്യക്കാടേലുമായി ചിന്തിച്ചെറിയും. വിശ്വാസികൾ സ്തേഫാനോസിനെയും വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് പോയി അടക്കം ചെയ്യുകയും വളരെ കരയുകയും ചെയ്തു. ആമീൻ. ഹബീബായി ബാരിക്കുമോ. എന്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്കെല്ലാം ഏകവചനമായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാവരുത്. മനസ്സിന്റെയും വിചാരത്തിന്റെയും ഐക്യം കൊണ്ട് പൂർണ്ണരായിരിക്കും. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന് ക്ലോയ കുടുംബക്കാരിൽ നിന്ന് നിങ്ങളെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. എന്നാൽ ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റു ചിലർ ഞാൻ അപ്പല്ലോയുടെ പക്ഷക്കാരനെന്നും വേറെ ചിലർ ഞാൻ പത്രോസിന്റെ പക്ഷക്കാരനെന്നും അന്യർ ചിലർ ഞാൻ മെശിഹായുടെ പക്ഷക്കാരനെന്നും പറയുന്നുണ്ടല്ലോ. മെശിഹായിൽ ഭിന്നതയുണ്ടോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടുവോ? ക്രിസ്പോസിനും ഗായോസിന്റെയോ അല്ലാതെ നിങ്ങളിൽ മറ്റാർക്കും സ്നാനം നൽകുവാൻ എനിക്കിടയാകാത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെന്നാൽ എന്റെ നാമത്തിൽ ഞാൻ സ്നാനം നൽകിയെന്ന് ആരും പറയുകയില്ലല്ലോ. എന്നാൽ സ്തേഫാനോസിന്റെയും കുടുംബക്കാർക്കും ഞാൻ സ്നാനം നൽകിയിട്ടുണ്ട്. മറ്റു വല്ലവർക്കും ഞാൻ സ്നാനം നൽകിയിട്ടുള്ളതായി അറിയുന്നില്ല. മശിഹായുടെ കുരിശ് നിഷ്ഫലമായി പോകാതിരിക്കുന്നതുകൊണ്ടും വാക്സാമർത്ഥത്തോടു കൂടാതെ സുവിശേഷത്തെ ഘോഷിക്കുവാനായിരുന്നു മിശിഹ എന്നെ അയച്ചത്, അല്ലാതെ സ്നാനം നൽകുവാനല്ല. സഹോദരന്മാരെ, സ്തേഫാനോസിന്റെ കുടുംബത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ടെന്നാൽ അവർ അഖായിലുള്ള ആദ്യഫലമാകുന്നു എന്നും വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം നിയമിതരായിരുന്നു എന്നും അറിയാവുന്നതുകൊണ്ട് അപ്രകാരമുള്ളവരെയും അവരുടെ കൂടെ പ്രയാസപ്പെടുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ അനുസരിപ്പിക്കും. സ്തേഫാനോസിന്റെയും പർത്തുനോസിന്റെയും അഖായിസിന്റെയും വരവിനെ കുറിച്ച് ഞാൻ സന്തോഷിക്കുന്നു. എന്റെ അടുക്കൽ നിങ്ങൾ കുറവ് വരുത്തിയത് അവർ എന്റെ അടുക്കൽ നിവർത്തിച്ചിരിക്കുന്നു. അവർ എന്റെയും നിങ്ങളുടെയും മനസ്സിനെ ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നിങ്ങൾ തിരിച്ചറിയുന്നവരായിരിക്കും. അസിയയിലുള്ള സഭകളെ എല്ലാവർക്കും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. അക്കിസിലായും പ്രസ്കിയിലായും അവരുടെ ഭവനത്തിലുള്ള സഭയോടുകൂടെ കർത്താവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പലതവണ വന്ദനം പറയുന്നു. എല്ലാ സഹോദരന്മാരും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. വിശുദ്ധ ചുമതലക്കാർ തമ്മിൽ സമാധാനം കൊടുപ്പീൻ. പൗലോസായ ഞാൻ സ്വന്തം കൈപ്പടയാൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹാ ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും നിങ്ങളുടെ മേൽ സ്ഥിരീകട്ടെ. യേശു ക്രിസ്തു മൂലം എന്റെ സ്നേഹവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. ആമീനായി പ്രാർത്ഥിക്കുമോ. Hallelujah.
നമ്മുടെ വായിക്കപ്പെടുന്ന യേശുശിഹായുടെ വിശുദ്ധമായ എവങ്കേലിയോനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവോടുകൂടി ദീർഘദർശിമാരെയും ജ്ഞാനികളെയും സപ്രന്മാരെയും ഞാൻ നിങ്ങളുടെ അടുക്കലെ അയക്കുന്നു. അവരില് ചിലരെ നിങ്ങളെ കൊല്ലുകയും ചിലരെ കുരിശില് തറയ്ക്കുകയും ചിലരെ സംഘാലയങ്ങളിൽ വെച്ച് അടിക്കുകയും ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. അത് പുണ്യവാനായ ഹാബേലിന്റെ രക്തം മൂലം മുതല ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ കൊന്നിട്ടുള്ളതായ പ്രഖ്യായുടെ പുത്രനായ സ്കറിയായുടെ രക്തം വരെ ഭൂമിയില് ചൊരിയപ്പെട്ടിട്ടുള്ളതായ പുണ്യവാന്മാരുടെ സർവ്വരക്തവും നിങ്ങളുടെ മേലെ വരുവാനായിട്ട് തന്നെ ഇവയെല്ലാം ഈ വംശത്തിന്മേലെ വരുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ദീർഘദർശിമാരെ കൊല്ലുകയും തന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടിട്ടുള്ളവരെ കല്ലെറിയുകയും ചെയ്യുന്ന യെരൂശലേമേ, പിടകോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകുകളുടെ കീഴിൽ ചേർത്തുകൊള്ളുന്നത് പോലെ നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്തുകൊള്ളുവാൻ എത്ര പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു, നിങ്ങളോ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം നിങ്ങൾക്ക് ശൂന്യമായി വിടപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇത് മുതൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതൊക്കുമോ ഉശൈരോ ലകുൽവോ. ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. ഇതെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സ്ഥലത്തിന്റെ ഉടനായ പിതാവായ ദൈവത്തിന് തിരുത്തിലും സമാധാനത്തിലും അണയ്ക്കുന്നു. സമാധാനവും സംബന്ധവും ആവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ നാം എല്ലാവരുടെ മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നതായ ആ മഹോന്നതങ്ങളിലായിരിക്കണം. Bolam bro ruho kadeso
സഹോദരങ്ങളെ, ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനോടുള്ളതായ മധ്യ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകേണ്ടതിന്, നമ്മളിൽ നിന്ന് രോഗങ്ങൾ നീങ്ങിപ്പോകേണ്ടതിന്, എല്ലാ ദൈവികമായ കൃപകളും നമുക്ക് ലഭിക്കേണ്ടതിന് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യത്തെ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, അവിടുത്തെ ഏകജാതനായ മകനോട് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായി നമുക്കെല്ലാവർക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ശുദ്ധിമതിയായ മാതാവിന്റെ പ്രാർത്ഥനയാൽ ഉത്തമനായ ദൈവതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കരുണ ഈ വിശുദ്ധങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇവയില് സംബന്ധിക്കുന്നവരും സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകേണ്ടത്. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭക്ഷിച്ചതായ അങ്ങയുടെ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്തവനുണ്ടാകുന്നതായ ഞങ്ങൾക്ക് ശിക്ഷയോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ അനുഗ്രഹം ചെയ്യണമേ.
ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപം മോചിച്ചിടാ പാപപരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ളതായ യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി നിങ്ങളെ ഞങ്ങൾ പരിപാലിക്കുന്നതായ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടി വാങ്ങിപ്പോയവരും കർത്താവിന്റെ വിജയശ്രീമായാൽ രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടവരുടെ ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പാപികളുമായ ദാസരാകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളാലെ കരുണയും ക്രമീകരിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്തോടെ പോകുകയും എന്ന് ബലഹീനരായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. യൂണിറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കൊടുത്തുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഇതിന്റെ സെക്രട്ടറി ഡെയിൽ കുര്യനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ട്രഷറായിട്ട് നിക്കി റെജിയെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ഇനി ഞാൻ ഓരോ കുട്ടികളുടെ പേര് വിളിക്കുന്ന അനുസരിച്ച് മുന്നോട്ട് വരിക. അരുൺ എബ്രഹാം, തോമസ് മാത്യു, സുജിത് എബ്രഹാം ആൻഡ് സാൻഡ്ര സജു, ആരോൺ ടോണി, അവിൻ ജോസഫ്, ജോർജി സജി,
Alka Manoj, Isaac Joseph, Alvin Ebi Jos and Arpida Ebi Jos, Ichu Philip and Zachariah Philip, Linda Saji, Austin Punnus and Daniel Punnus, Lena Ebi, Anna Maria Sadel, ഇത്രയും കുഞ്ഞുങ്ങളാണ് നമ്മുടെ കേസയുടെ യൂണിറ്റിൽ പേരിലുള്ളത്. എബവ് 10 years. അടുത്ത വർഷം അടുത്ത പെരുന്നാളിന് ഈ സമയത്ത് നമ്മൾ ഈ വഞ്ചിക തിരിച്ച് കളക്ട് ചെയ്ത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഈ മണി ബോക്സിന് ഏതെങ്കിലും ഫാമിലിക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കൊണ്ട് പോകാം. അതുപോലെ തന്നെ ബസേലിയോ സെന്തോ യാക്കോബായ സുറിയാനി യാക്കോബായ പള്ളിയില് നമ്മുടെ പരിശുദ്ധ ഏലിയാസുദ്ദീൻ പാത്രികസ് ബാബായുടെ ഓർമ്മ പെരുന്നാള് അടുത്ത മാസം ഫെബ്രുവരി 2, 3 ശനി ഞായർ തീയതികളിൽ വളരെ വിപുലമായിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ വിശദമായ നോട്ടീസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അത് കൈമുത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു. കഴിവുള്ളിടത്തോളം എല്ലാവരും ഈ ഫെബ്രുവരി മാസം 2, 3 തീയതികളിൽ നടക്കുന്നതായ പരിശുദ്ധ ഏലിയാസുദ്ദീൻ പാത്രികസ് ബാബായുടെ പെരുന്നാളിൽ പോയി സംബന്ധിക്കണം. ബഹുമാനപ്പെട്ട തോമസ് പുതിയ മഠത്തിലച്ഛൻ എഴുതിയതായ നോട്ടീസ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പരസ്പരം സഹകരിച്ച് മുൻപോട്ട് പോകണം. കഴിവുള്ളിടത്തോളം എല്ലാവരും ഈ ഓർമ്മ പെരുന്നാളിൽ ചെന്ന് സംബന്ധിച്ച് ഈ പെരുന്നാള് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഡിസംബർ 29-ാം തീയതി ക്രിസ്റ്റോയിൽ വെച്ച് നടന്ന എക്യൂമിനിക്കൽ കരോൾ കോമ്പറ്റീഷനിൽ ഈ ഇടവേലിനെ സംബന്ധിച്ചതായ നമുക്ക് 3ാം സ്ഥാനം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഈ എക്യൂമിനിക്കൽ കരോൾ പ്രോഗ്രാമിൽ പോകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അത് സാധിച്ചില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഈ വർഷം നമുക്ക് ചെന്ന് സംബന്ധിച്ചു. നമ്മളൊരു പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി പോയതല്ല, അതിലൊന്ന് സംബന്ധിക്കുന്നതിന് വേണ്ടി, അതിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി നമ്മൾ പോയതാണ്. എങ്കിലും ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇവർക്ക് ഈ ഇടവയിൽ നമുക്ക് ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് അവിടെ പോയി കരോൾ ഗാനം നടത്തുന്നതിന് സാധിച്ചു. നന്ദിയോടുകൂടെ ഞാൻ അത് ഓർക്കുന്നു. അതിന് ക്യാപ്റ്റനായിട്ട് ലീഡ് ചെയ്തത് റെജി നസ്രാനിക്കുണ്ടിയും ആൻഡ് മിനി അനിലാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും അതിൽ സംബന്ധിച്ചത് തിരുക്കൂട്ടി, തിജുവ, ബിലുവ, സുരേഷ്, രാജന, സുജിത്ത്, സച്ചു, അനിൽ എന്നിവരാണ്. അതുപോലെ തന്നെ വനിതകളുടെ ഭാഗത്തു നിന്ന് ലിറ്റി, ഷേബ, ചിനു, ലൗലി, സോണി, ജെറ്റി എന്നിവരാണ്. നമുക്ക് ട്രോഫി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 25 പൗണ്ടിന്റെ ക്യാഷ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ ഇടവയുടെ വികാരി എന്ന നിലയിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതുപോലെയുള്ളതായ എക്യൂമെനിക്കൽ കരോൾ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ സഭകളുടെ യോജിപ്പിനും ഒക്കെ ഒരു പരിധിവരെ അത് സഹായകരമായി തീരും. ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും ഞാൻ വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എത്രയോ അധികം ബുദ്ധിമുട്ടിയാണ് ഇവരൊക്കെയും അവരുടെ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കോമ്പറ്റീഷനിൽ പോയി സംബന്ധിച്ചത്. അതിന്
ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള റജി നസ്രാണി തുമ്പിയിലെ മിനി അനില് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിൽ പങ്കെടുത്ത എല്ലാവരെയും ഈ ഇടവയുടെ നാമത്തിൽ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുന്നതോടൊപ്പം എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും ഇവർക്കുണ്ടാകട്ടെ. വരും വർഷങ്ങളിൽ ഇതിലുപരിയായി 1ാം സ്ഥാനം നമുക്ക് ലഭിക്കത്തക്കവണ്ണം ഇപ്പോഴേ അതിനു വേണ്ടിയിട്ടുള്ളതായ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. അതിന് എല്ലാവരെയും അക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. 2 ഭാഷ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്റ്റനായി പ്രവർത്തിച്ച റജി നസ്രാണി തുമ്പിയിലെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഒന്നുമില്ലായിരുന്നു ഞങ്ങളെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നും പ്രതീക്ഷിച്ചാണ് നമ്മളവിടെ പോയത്. എന്നാൽ ആ സമയത്ത് ദൈവം പ്രവർത്തിച്ചതുപോലെ വളരെ ഭംഗിയായിട്ട് ആ കരോളിൽ പാടുവാനും ടെൽപ്പൈസ് ആണെങ്കിലും അത് കിട്ടുവാനും ദൈവം ഇടയാക്കി. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതിൽ പാടിയ എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പങ്കെടുക്കുകയും പ്രവർത്തിക്കുകയും പ്രചോദനവും നൽകുകയും ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ദൈവികമായ ശക്തി ഞങ്ങളെ നയിക്കുകയും ആ പരിപാടി തീരുന്നത് വരെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത നമ്മുടെ കാവൽ പിതാവായ മോർ സ്റ്റെഫാനോ സഹദായിക്കും ഈ കിട്ടിയ ഈ ട്രോഫി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനിപ്പോ KSAയുടെ യൂണിറ്റിലൂടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. KSAയുടെ ആ എയിം ചെയ്യുന്നത് നാട്ടിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വരൂപിക്കുന്ന ഒരു ഫണ്ടാണ്. അപ്പം നമുക്കിവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ട്രോഫി, സർട്ടിഫിക്കറ്റ്, പിന്നെ ക്യാഷ് അവാർഡ്, 3 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ക്യാഷ് അവാർഡ് ഈ KSAയുടെ ഫണ്ട് സ്വരൂപത്തിന്റെ ആദ്യത്തെ പടിയായി ഞങ്ങളിത് ഈ KSA യൂണിറ്റിന് വേണ്ടി ഞങ്ങൾ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഈ ട്രോഫിയും ഈ സർട്ടിഫിക്കറ്റും സ്വീകരിക്കാൻ ക്ഷണിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ കരോൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും മുന്നോട്ട് വരണം. ഞാൻ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ട്രോഫിയും ഈ ഷീൽഡും ഇപ്പോൾ ഏറ്റുവാങ്ങുകയാണ് ഇടവകയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈ മണി ബോക്സിൽ നിക്ഷേപിക്കുവാനായിട്ട് ഇവർക്ക് ലഭിച്ചതായ ഈ ക്യാഷും ഞാനിപ്പോൾ സ്വീകരിക്കുകയാണ്. എല്ലാവരോടുള്ളതായ നന്ദി ഒരിക്കൽ കൂടെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടെ സമയം ഒത്തിരി നമുക്ക് മുൻപോട്ട് പോയി കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്ന. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രത്യേകിച്ച് തോമസ് അച്ഛനെയും നമ്മുടെ സിബി അച്ഛനെയും ഒരിക്കൽ കൂടെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ പെരുന്നാളിന് വേണ്ടി ഏറെ ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്നലെ വൈകിട്ട് കുറച്ചുപേരൊക്കെ എനിക്ക് തോന്നുന്നു ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ തോന്നുന്നു. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് സ്വർഗ
ദൈവസുതനെ ഭൂവിലയച്ചവരെ സുരവര സംഹിത നായകനെ സുജനത്തിനു വരദായകനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ലോകത്തിൻ പാപം പേറും ദൈവത്തിൻ കുഞ്ഞാടെന്നേവം മിശിഹായെ സാക്ഷിച്ചവനെ സ്ത്രീ സംജാതരിലഗ്രിമനെ മൗലിയെ ബലിയർപ്പിച്ചവനെ ശ്രാപകമാർയൂഹാനോനെ ഓർക്കണമേ ഞങ്ങളെ എന്നാളും. ൂനാൻ തന്നയാ
47 ലെവി, 48 രാജൻ വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. 48 പൗണ്ട്, 20 പൗണ്ട്, 30 ഡെവനിന്ന് ബൈജു 30 പൗണ്ട്, 30 പൗണ്ട്, 30 പൗണ്ട്, 30 പൗണ്ട്, 30 പൗണ്ട്, 30 പൗണ്ട് ഒരു തരം, 30 പൗണ്ട്, 30 പൗണ്ട്, 30 പൗണ്ട് രണ്ട് തരം. ലേലം ഏർപ്പെടുത്താൻ പോവാണ്. 30 പൗണ്ട്, 30 പൗണ്ട് 3 തരം. എട്ട് എണ്ണമുള്ള 2 ഡിസൈനുള്ള മഗ് 5 പൗണ്ട്, 12, 15, 15, 20. സെന്റർ സജ്ജീകരിച്ചിരിക്കുകയാണ്. 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട് ഒരു തരം. ഷൈനി ചേച്ചി വിളിച്ചിരിക്കുകയാണ്. 25 പൗണ്ട്, 25 പൗണ്ട് ഷൈനി ചേച്ചി, 25 പൗണ്ട്, 25 പൗണ്ട് ഒരു തരം. 28 സോണി 28, സോണി 28, സോണി 28, സോണി 28, 28 പൗണ്ട്, 28 പൗണ്ട്, 28 പൗണ്ട്, 28 പൗണ്ട് ഒരു തരം. 28 പൗണ്ട്, 28 പൗണ്ട്, 28 പൗണ്ട് രണ്ട് തരം. വേല സ്ഥിരപ്പെടുത്താൻ പോവാണ്. 28 പൗണ്ട് രണ്ട് തരം, 28 പൗണ്ട്, 28 പൗണ്ട് 3 തരം. തെഫാലിന്റെ 26 സെന്റിമീറ്റർ ഫ്രൈയിങ് പാൻ 10 പൗണ്ട്, 10 പൗണ്ട്, 20 അനുകരിച്ചിരിക്കുകയാണ്. 20 പൗണ്ട്, 20 പൗണ്ട്. ഇത് പെണ്ണുങ്ങൾ വിളിക്കാനാണല്ലോ, അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട് ഒരു തരം. 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട് രണ്ട് തരം. 20 പൗണ്ട് വില സ്ഥിരപ്പെടുത്താൻ പോവാണ്. 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട് 3 തരം. മൾട്ടി ഫോട്ടോ ഫ്രെയിം 10 പൗണ്ട്, 15 പൗണ്ട്, 20 പൗണ്ട്, 25, 25, ലിറ്റി 25, 30 ആരം, 30, 30, 35 അലക്സ്. അതിന്റെ വിളിക്കാനാ വിളിച്ചാൽ മതി, വേറെ ആളുടെ പേര് പറയണ്ട. 30 പൗണ്ട്, 30 പൗണ്ട് സിനിമോൾ വെസ്റ്റേൺ സൂപ്പർമാൻ 30 പൗണ്ട്, 30 പൗണ്ട് മൾട്ടി യൂസ് ഉള്ള ഫോട്ടോ ഫ്രെയിമാണ്. 30 പൗണ്ട്, 30 പൗണ്ട് ഒരു തരം. 30 പൗണ്ട്, 30 പൗണ്ട്, 30 പൗണ്ട് രണ്ട് തരം. 30 പൗണ്ട് വേറെ സ്ഥിരപ്പെടുത്താൻ പോവാണ്. 30 പൗണ്ട്, 30 പൗണ്ട് 3 തരം. കെൻവുഡിന്റെ ഒരു മിനി ചോപ്പ് 5 പൗണ്ട്, 10 പൗണ്ട്, 10 പൗണ്ട്, 20, 20, 20 പൗണ്ട്, 20 പൗണ്ട്, 20 പൗണ്ട്, 30. പോട്ടെ, 30. അടുത്ത പ്രാവശ്യം പിടിക്കാം, അടുത്ത പ്രാവശ്യം പിടിക്കാം.
30 പൗണ്ട് 30 പൗണ്ട് 30 പൗണ്ട് 30 പൗണ്ട് ഒരു തരം 30 പൗണ്ട് 30 പൗണ്ട് രണ്ട് തരം വേറെ സ്ഥിരപ്പെടുത്താൻ പോവാണ് 30 പൗണ്ട് 30 പൗണ്ട് 30 പൗണ്ട് മൂന്ന് തരം പവിഴത്തിന്റെ 10 കിലോയുടെ ഒരു പാക്കറ്റ് അരി 10 പൗണ്ട് 20 പൗണ്ട് പവിഴത്തിന്റെ 10 കിലോയുടെ പാക്കറ്റിന്റെ അരിയാണ് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് കാണാത്തോണ്ടാണ് ഒരു പ്രാവശ്യം പോകുന്നു 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് ഒരു തരം 20 പൗണ്ട് 20 പൗണ്ട് രണ്ട് തരം 20 പൗണ്ട് വേറെ സ്ഥിരപ്പെടുത്താൻ പോവാണ് 20 പൗണ്ട് 20 പൗണ്ട് മൂന്ന് തരം പിൽസ്ബറി ചക്കിയാട്ട ടെസ്കോ ലൈനിന് 6 പൗണ്ട് 99 പെൻസ് ആണ് വില 5 പൗണ്ട് 10 പൗണ്ട് അലക്സ് 10 പൗണ്ട് 15 പൗണ്ട് ഇതിന് കൂട്ടി വിളിക്കുന്നു 15 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് 5 കിലോ ചക്കിയാട്ട പിൽസ്ബറി 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് ഒരു തരം 20 പൗണ്ട് 20 പൗണ്ട് രണ്ട് തരം 20 പൗണ്ട് 20 പൗണ്ട് നേരെ സ്ഥിരപ്പെടുത്താൻ പോവാണ് 20 പൗണ്ട് രണ്ട് തരം 20 പൗണ്ട് 20 പൗണ്ട് മൂന്ന് തരം പതിനഞ്ച് പൗണ്ട് ടോണി 15 പൗണ്ട് 20 പൗണ്ട് സുരേഷ് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് ഒരു തരം 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് രണ്ട് തരം വേറെ സ്ഥിരപ്പെടുത്താൻ പോവാണ് 20 പൗണ്ട് 20 പൗണ്ട് 20 പൗണ്ട് മൂന്ന് തരം